ടി.വി. ചന്ദ്രൻ സാറിനോട് ടി.വി. ചന്ദ്രൻ സാറിനോട് ലാസ്റ്റ് ടൈം പെങ്ങളിലെ ചെയ്തു ചേച്ചി. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തത്? അദ്ദേഹമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം പെങ്ങളി, അത് വിലാപങ്ങൾക്കപ്പുറം, ഭൂമി മലയാളം, പെങ്ങളില, 3 സിനിമ ടി.വി. ചന്ദ്രൻ സാറിനോട് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? അത് എന്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. എന്നോട് അങ്ങനെ ദേഷ്യപ്പെടാറൊന്നും ഇല്ല. സാറാണെങ്കിലും രേവതി ആന്റി ആണെങ്കിലും ഒക്കെ എനിക്ക് ഫാമിലിയാണ് അവര്. ഭയങ്കര കംഫർട്ടായി. പിന്നെ കംഫർട്ട്. ഓക്കെ, അല്ല സാറിനും അത്രയും കംഫർട്ട് ആയതുകൊണ്ടായിരിക്കുമല്ലോ സാറ് 3 സിനിമയിലേക്ക് ക്ഷണിച്ചത്. ബിക്കോസ് പുള്ളി എന്താ പറയാ, ഒരു ഡയറക്ടറിന്റെ കറക്റ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് പിന്നെ നെക്സ്റ്റ് മൂവിയിൽ നമുക്ക് അവർക്കും സ്ട്രെയിൻ ഇല്ല. നമ്മൾ അവർ പറയുന്ന അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ടെൻഷൻ ഇല്ലല്ലോ അവർക്കും. അത് പിന്നെ നല്ലൊരു വേവ് ലെങ്ത് ആയിരിക്കാം. അപ്പൊ ക്യാരക്ടർ അനുസരിച്ച് പ്രിയങ്ക അത്രയും ഔട്ട്പുട്ട് കൊടുക്കുന്നോണ്ടാവും. അപ്പൊ ഒരു ഡയറക്ടർ ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് ആൻ ആർട്ടിസ്റ്റ്. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പിന്നെയും തന്നത്. പക്ഷെ യു ആർ ട്രൂലി ബ്ലെസ്ഡ്. അദ്ദേഹത്തിനൂടെ ഒക്കെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഈ ഞാൻ ചേച്ചി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ടി.വി. ചന്ദ്രൻ സാർ എന്ന് പറയുന്ന ആ സംവിധായകന്റെ കൂടെ ഒരു സീനെങ്കിലും എനിക്ക് അഭിനയിക്കാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിച്ചിടത്താണ് അദ്ദേഹത്തിന്റെ കൂടെ 3 സിനിമ ചെയ്യാൻ പറ്റിയത്. അതൊക്കെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ശരിക്കും നമുക്കൊരു അവാർഡ് കിട്ടിയ മാതിരി ഒക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. ഒരു സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളൊരു സ്കൂളിൽ നിന്ന്, ഒരു അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് പേടിക്കണ്ട, നമ്മള് കോൺഫിഡന്റ് ടു ഡു എന്നുള്ളത് അടുത്തതായി കഴിയും. ശരിക്കും പ്രിയങ്ക എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ ജനറേഷനൂടെ ഇപ്പത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തു. അപ്പൊ അത് ഏത് കംഫർട്ട്സ് ആണ്? അത് രണ്ടും 2 തലമാണ്. 2 തല അല്ലെ? അപ്പൊ എന്താ വോട്ട് യു ഫീൽ? ചേച്ചി ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത് ചേച്ചിക്ക് ഉണ്ടായിരുന്ന സമയത്ത് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മാഗസിൻ, നമ്മളെ ഫിലിം ആ സമയത്ത് ഞാൻ ഇപ്പൊ വെയിലൊക്കെ വരുമ്പോഴത്തേക്ക്, അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ അല്ലേ. നമ്മള് റിഹേഴ്സൽ ഒക്കെ എടുത്തിട്ട് നമ്മള് പ്രോപ്പർ ആയിട്ട് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ റിഹേഴ്സൽ ഒരു 2, 3, 4 ചിലപ്പോൾ ഒരു ലെങ്തി ഷോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ റിഹേഴ്സൽ എടുക്കും അല്ലേ. അതിനുശേഷമാണ് നമ്മൾ ടേക്കിലേക്ക് വരുന്നത്. ഈ ടേക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഡയലോഗ് മറന്നു പോകാതിരിക്കാനുള്ള ഭയങ്കര ടെൻഷനുണ്ട്. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചീത്ത ഉറപ്പാണ്. കാര്യം എവിടെ നിന്നെല്ലാം ചീത്ത വരും എന്നുള്ളത് അറിയാം. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമായി. നമ്മള് റിഹേഴ്സൽ പോലും ഷൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം, കുറച്ചുകൂടെ ലൈവ്ലി ആവും. പഴയ പോലെ ഒരു പ്രിപ്പറേഷൻ ഇല്ല. പ്രിപ്പറേഷൻ അത് പോയി നോക്കാം. പലപ്പോഴും അതിങ്ങനെ ചിലയിടത്ത് അത് ഭയങ്കര നല്ലതാണ്. ചിലയിടത്ത് എനിക്ക് തോന്നാറുണ്ട് കുറച്ചുകൂടെ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇംപ്രവൈസ് ചെയ്ത് നമ്മളൊരു കുറെ പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ ഉള്ളൊരു അത് ഞാൻ പറയാൻ എക്സാമ്പിൾ, ഞാൻ വേണു അങ്കിളിന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ജഗതി അങ്കിളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, വേണു നാഗവള്ളി അങ്കിൾ, ഭരത് ഗോപി സാർ, അങ്ങനെ കുറെ ഇവരുടെ ഒത്തിരി നല്ല സുകുമാരി അമ്മ, ലളിത ആന്റി, പൊന്നമ്മ ആന്റി. അപ്പൊ എടുത്തു പറയാത്ത കുറെ ലെജൻസ് ഉണ്ട്, തിലകൻ അങ്കിള്. അപ്പൊ ഇവരുടെ കൂടെയൊക്കെ നമ്മള് അഭിനയിക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്നും അല്ലാത്തൊരു കുട്ടിയാണ് നമ്മളവിടെ നിൽക്കുന്നത്. വലിയ മഹാസമുദ്രത്തിന്റെ മുന്നിൽ അത്രയില്ല. അപ്പൊ നമ്മൾ അവരുടെ അടുത്തുനിന്ന് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ അത് മാത്രല്ല, അവരൊരു സീന് ഇപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ എല്ലാം എടുത്തു പറയുകയാണെങ്കിൽ ചേച്ചി, അവരൊരു സീനിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വിധം എന്ന് പറയുന്നത് ഭയങ്കരല്ലേ. ഇപ്പൊ സീൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ രീതിയിലായിരിക്കും അതിനെ ആ പറയുന്ന ഡയലോഗ്സിനെ ആണെങ്കിൽ ലാലേട്ടൻ അത് മോഡുലേറ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം നമ്മൾ കൂടുതൽ ആർട്ടിസ്റ്റുകൾ ഇരുന്ന് പറഞ്ഞു നോക്കി, പ്രിപ്പയർ ചെയ്ത് നോക്കി, ആ ഒരു സ്പോട്ടിലാണെങ്കിൽ നമ്മൾ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന രീതി ഇംപ്രവൈസ് ചെയ്ത് ഇപ്പോഴും അതുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിഫറെന്റ്. കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടായി തോന്നുന്നു. ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് കോൺഫിഡൻസ് കൂടി. ഇപ്പൊ അഭിനയം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു എളുപ്പ വഴി എന്ന് പറയണത്. പക്ഷെ എനിക്ക് മറ്റേതിന്റെ ഭയങ്കര സ്ട്രെസ് ഉണ്ട്. അത് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ എടുത്ത് ഇപ്പൊ നമ്മള് സീരിയസ്നെസ് വേണ്ട, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ പ്രിയങ്ക ഇത്രയും ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്ന ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഫിലിമിലും ഇത്രയും ഡെഡിക്കേഷൻ, ഇങ്ങനെ പാക്ക് പോലായ ഡെഡിക്കേഷൻസും. പക്ഷെ ബട്ട് സ്റ്റിൽ ഇനി ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഇതേപോലെ
നമ്മൾ എനിക്ക് ഒന്നും പറയാനില്ല അനുചേച്ചി. എനിക്ക് ആ അഭിനയത്തിനോട്, കഥാപാത്രങ്ങളോട് ഭയങ്കര കൊതിയാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത് 2002 മിനി സ്ക്രീനിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. 2005 എന്റെ ആദ്യത്തെ സിനിമ. എനിക്ക് തോന്നുന്നു ഒരു 50 സിനിമ അതിനടുപ്പിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് പലപ്പോഴും ഓക്കെ കുറച്ച് സിനിമകൾ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇനി അടുത്ത വർഷങ്ങളിൽ ഞാൻ ചെയ്യുന്ന അടുത്തൊരു 50 സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ 50 സിനിമ എന്ന് പറയുന്നത് ഞാനെന്ന് പറയണ അഭിനേത്രിയെ പല തരത്തിൽ അടയാളപ്പെടുത്തുന്ന സിനിമകൾ എന്നിലേക്ക് എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അത്രയും നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്ര വർഷം എന്ന് കാണാനാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ സിനിമകൾ എന്നിലേക്ക് എത്താൻ, അല്ലെങ്കിൽ എന്നിലേക്ക് വരുന്ന സിനിമകളെ കൂടുതൽ മികച്ചതാക്കാൻ ഒക്കെ ഉള്ളൊരു എഫേർട്ടാണ് ഞാൻ എപ്പോഴും എടുത്തത്. ഞാൻ എപ്പോഴും നോക്കുന്നത് ഞാനിപ്പോ ഈ സിനിമ ഞാൻ എഫേർട്ട് എടുക്കുമ്പോൾ വെയിലിനെ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്തോ, വെയിലിന് ഞാൻ എടുത്ത എഫേർട്ട് എന്താണോ അത് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എന്റെ ഓരോ സിനിമയും എനിക്ക് എന്റെ പുതിയ സിനിമയാണ്. കറക്റ്റ്. ഈച്ച് ആൻഡ് എവറി ആർട്ടിസ്റ്റ് അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞാൽ നമുക്കൊരു പുതിയ പ്രോജക്ട് കിട്ടിയാൽ അത് നമുക്ക് പുതിയത് തന്നെയാണ്. ത്രില്ല് പോയാൽ തീർന്നു കേട്ടോ. നമുക്ക് ആ ഒരു ഇഷ്ടം ഇപ്പൊ ആ ഒരു ത്രില്ലില്ലെങ്കിൽ നമ്മൾ ഇത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇപ്പൊ ഇഷ്ടമുള്ള എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ലേ. അപ്പൊ നമ്മൾ ത്യജിക്കുന്നതെന്നാണെങ്കിൽ ഒരു വർഷം ഈ രൂപത്തിലേക്ക് മാറ്റം വരുത്തുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തോരം ഭക്ഷണമാണ് ത്യജിക്കുന്നത്. എന്റെ അമ്മ നല്ല കുക്കാണ്. അപ്പൊ വീട്ടില് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ ഇപ്പൊ അത് കഴിക്കാൻ തോന്നാം. അത് കഴിക്കണമെന്ന് ചിലപ്പോൾ തോന്നിയാൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യും. പക്ഷെ ചില ദിവസങ്ങളിൽ അത് കഴിക്കണമെന്നോ തലേ ദിവസം അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ട് അത്രയും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇല്ല, ഇത്രയും ഞാൻ ശരീരത്തിൽ കൂട്ടണ്ട. അപ്പൊ നോക്കുന്നതെന്ന് പറയുമ്പോൾ എന്റെ എഫേർട്ടാണ്. അപ്പൊ അതെല്ലാം നമ്മൾ ത്യജിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജോലിയോടും ഉള്ളൊരു ഇഷ്ടമാണ്. എല്ലാ മനുഷ്യനും എല്ലാ ജോലിയിലും അങ്ങനെ തന്നെയാണ്. അതിനോടുള്ള ഒരു പാഷനാണ്. അത് തീർന്നു പോയാ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അതൊന്നും എനിക്ക് തോന്നുന്നില്ല എന്റെ മരണം വരെ അവസാനിക്കുമെന്ന്. പക്ഷെ അങ്ങനെ എനിക്ക് ആ ഒരു ത്രില്ല് എനിക്ക് തോന്നാത്തൊരു നിമിഷം ഞാനിത് നിർത്തും. നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ നമ്മൾ ചെയ്ത എനിക്കിതൊരു ജോലി മാത്രമല്ല, എന്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം, എന്റെ ഒരു ജോലി മാത്രമല്ല, എന്നെ തൃപ്തിപ്പെടുത്തുന്ന, എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി എന്ന് പറയുന്നത്. അതില്ലാതെ ഞാനില്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ഫീൽ, ആ ഒരു മൊമെന്റ് എന്ന് കട്ടാവുന്നു, പിന്നെ ഞാനിവിടെ നിൽക്കരുത്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് നമ്മൾ സദ്യ കഴിച്ചിട്ട് നമ്മൾ ഒരു 2-3 കൂട്ടം പായസം കഴിച്ച് നിൽക്കുമ്പോഴേക്ക് എന്നാ നമ്മൾ വീണ്ടും സദ്യ കഴിക്കാതിരിക്കുവോ? സത്യം. നമ്മുടെ ഇഷ്ടം അതാണ്. അത് നമുക്ക് എന്താ പറയാ, ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനോടാണല്ലോ നമ്മൾ അതിന്റെ പുറകെ പോകുന്നത്.